അന്ധവിശ്വാസങ്ങൾ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അന്ധവിശ്വാസങ്ങൾ പേറി മനുഷ്യന്മാർ പലതും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, പല കൊലപാതകങ്ങളും അല്ലെങ്കിൽ പല മരണങ്ങളും അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അന്ധവിശ്വാസങ്ങളാണ്. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളോ മറ്റോ ഒന്നും നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല. അത്രമാത്രം നമുക്കറിയാം. ഇക്കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെയായി പത്രമാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് 2 പേരെ കൊന്ന ഒരാളുടെ വാർത്തയാണ്. അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോകുമ്പോഴും മനസ്സിലാക്കാൻ പറ്റിയത്, 1 വർഷം മുമ്പ് അയാൾ ഒരാളെ ഇതുപോലെ കൊന്നു. എന്തേ കാരണം? ഏതോ ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്ത വീട്ടിൽ തലമുടി നന്നായി നീട്ടി വളർത്തിയ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടമാണ്, അത് നിങ്ങളുടെ ജീവന് പ്രശ്നമാണ്. അത് കേട്ടിട്ട് അയാൾ പോയി ഒരാളെ കൊന്നു. ഒരാളെ പബ്ലിക്കായി കൊന്നിട്ട് പോലും ജാമ്യം എടുത്ത് പുറത്തു വരികയാണ്. അതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും അദ്ദേഹം അയൽപ്പക്കത്തുള്ളവരെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിൽ ഭയപ്പെട്ട് കുറെ ആളുകൾ അവരുടെ ചുറ്റുവട്ടത്ത് നിന്ന് താമസം മാറിപ്പോയി. വീണ്ടും 2 പേരെ കൊന്നു. അതും ഇതിന്റെ ഭാഗമാണെന്നാ പറഞ്ഞത്. എന്നിട്ട് അയാളെ പിടിച്ച് തടവറയിൽ ഇട്ടപ്പോ പറയാണ്, ഇനിയും എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ കൊല്ലും, എത്ര കൊല്ലം എന്നെ ജയിലിലിട്ടാലും എനിക്ക് പ്രശ്നമല്ല. ഈ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ക്രൂരകൃത്യം ചെയ്താലും, എത്ര കൊലപാതകങ്ങൾ നടത്തിയാലും അതൊന്നും പ്രശ്നമല്ല, ഇറങ്ങിപ്പോരാമെന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. പലരും സഹായിക്കാനുണ്ട്. രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ, മതബന്ധമുണ്ടെങ്കിൽ അങ്ങനെ, അധികാരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഏത് നിലയ്ക്കും രക്ഷപ്പെട്ടു പോരുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 179-ാമത്തെ ആയത്തിൽ 178-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. ഒരു സ്വതന്ത്രനെ കൊന്നാൽ പകരം ആ കൊന്നവനെ തിരിച്ചു കൊലപ്പെടുത്തണം. കണ്ണിന് കണ്ണെന്നും പല്ലിന് പല്ലെന്നും അങ്ങനെ ഓരോന്നും അല്ലാഹു എടുത്തു പറഞ്ഞു. ആ ആയത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത വചനത്തിൽ, നിങ്ങൾ ഈ പ്രതിക്രിയ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം, നടപ്പാക്കിയാലുള്ള ഗുണം നിങ്ങൾക്ക് എന്താണ് എന്ന് റബ്ബ് പറഞ്ഞുതരാൻ. മനുഷ്യന്മാർ നിയമമുണ്ടാക്കിയാലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ പച്ചയായി 50ഉം 100ഉം വെട്ടി കൊന്ന് ദാരുണമായി കൊലപ്പെടുത്തിയാലും ചില ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് ചേർന്നതല്ല, അത് അപരിഷ്കൃത സമൂഹത്തിന്റെ ശിക്ഷാരീതിയാണെന്ന് പറഞ്ഞു വരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് 1000കണക്കിന് ആളുകളുണ്ട്. എന്ന ഖുർആൻ പറഞ്ഞെന്താ, വലക്കും ഫിൽ ഖിസ്വാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. വലക്കും ഫിൽ ഖിസ്വാസ്, തുല്യ ശിക്ഷ നടപ്പാക്കുന്നതിലാണ് ഹയാത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. ഒരാളെ കൊന്നാൽ അയാൾ പ്രതിയാണെങ്കിൽ, ബോധപൂർവം അയാൾ അത് ചെയ്തതാണെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുക. അവിടെയാണ് ജീവന്റെ നിലനിൽപ്പ്. ബുദ്ധിയുള്ള ആളുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ നടപ്പാക്കേണ്ട നിയമം അതാണ് എന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിന്റെ അപര്യാപ്തതയാണ് നമ്മളും നമ്മുടെ നാടും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ.